സാർ, ഇപ്പോൾ ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അമേരിക്ക കടുത്ത നിലപാടുകളിലേക്ക് പോയി ഇന്ത്യയിലെ സാധാരണക്കാരടക്കം അതിൻ്റെ ഭീഷണി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ആക്ഷേപം വരുന്നത് UPA ഭരണകാലത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില ഏതാണ്ട് $109 ആയിരുന്നു. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ ഏതാണ്ട് $64 വരെ ക്രൂഡ് ഓയിൽ കിട്ടിയൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ അതിൽ ചെറിയ മാറ്റമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് $80 മറ്റോ ആണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില. അപ്പോഴും ഇവിടുത്തെ ഇന്ധന വില ചില്ലറ വിൽപ്പന ഏതാണ്ട് ലിറ്ററിന് $106 വരെയാണ്. UPAയുടെ കാലത്ത് ലിറ്ററിന് 74 വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ആക്ഷേപമുള്ളത്, ഇന്ത്യ ഇത്ര ത്യാഗം സഹിച്ച് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് അല്ലെങ്കിൽ അതിൻ്റെ ലാഭം എല്ലാം കൊണ്ടുപോകുന്നത് റിലയൻസ് ആണ്. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിലിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. എന്താണ് അതിൻ്റെ വസ്തുത? എന്താണ്? ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് വേൾഡ് മാർക്കറ്റിൽ ഇന്ത്യ നമ്മുടെ ഇന്ധന ഇമ്പോർട്ടിനെ സംബന്ധിച്ച് നിലവിലെടുത്തിട്ടുള്ള ഒരു നയം, നമുക്ക് എവിടെ നിന്നാണോ ഏറ്റവും ലാഭകരമായി നമ്മുടെ രാജ്യത്തേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നത്, അതല്ലെങ്കിൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നത്, അത് ഇറക്കുമതി ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സംസ്കരണ പ്രക്രിയകൾക്ക് ശേഷം അത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആകെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് 75-80% ഇപ്പോൾ കയറ്റുമതിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള ഡീലിംഗ് നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ സംസ്കരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകളെ സംബന്ധിച്ച് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില നമ്മളൊരു ഭാഗത്ത് പറയുമ്പോൾ, ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് സംസ്കരിച്ച് ഏത് സ്ഥാപനമാണോ അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ അത് ഡീൽ ചെയ്യുന്നത്, സർക്കാർ നേരിട്ടല്ലല്ലോ ചെയ്യുന്നത്, അതെല്ലാം ഏതെങ്കിലും ഒന്നുകിൽ സബ് കോൺട്രാക്ട് വഴി ചെയ്യുന്ന സംവിധാനത്തിലാണത് പോകുന്നത്, അതല്ലെങ്കിൽ കമ്പനികളാണത് ഡീൽ ചെയ്യുന്നത്, ഒന്നുകിൽ ഓയിൽ കമ്പനികളാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓയിൽ റിലേറ്റഡ് ആയിട്ട് നിലനിൽക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ ഭാഗമായി നിൽക്കുന്ന കമ്പനികളാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ നടക്കുന്ന ഡീലിൽ ഏറ്റവും ലാഭകരമായി കിട്ടാവുന്ന സ്ഥലത്ത് നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുകയും അത് സംസ്കരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള GST വരുമാനത്തിന് ഉതകുന്ന തരത്തിൽ, അതിനെ ലാഭകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ, നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അതിനെ മാറ്റുക. അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കമ്പനികൾക്ക് അതിൻ്റെ ലാഭകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറ്റുക. ആ ഒരു പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ്. അതോടൊപ്പം തന്നെ അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യവും ഇന്ത്യ തന്നെയാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിനെയാണ് അമേരിക്ക എതിർക്കുന്നത്. അതിൻ്റെ പേരിലാണല്ലോ തീരുവയൊക്കെ ഏർപ്പെടുത്തുന്നതും പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും നമ്മുടെ രാജ്യത്തിനെതിരെ ഫത്വ പുറപ്പെടുവിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സ്വതന്ത്ര രാജ്യം എന്നുള്ള നിലക്ക് നമുക്ക് അതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. രണ്ടാമത്തത് അങ്ങ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ക്രൂഡ് ഓയിലിന് വില കുറയുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ നമുക്ക് സാധാരണക്കാർക്ക് ലഭിക്കുന്ന പെർ ലിറ്റർ എന്നുള്ള കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളാണെങ്കിലും രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ, അതിനർത്ഥം സാധാരണക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടതില്ല എന്നല്ല, അവർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടതാണ്. പക്ഷേ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്, അതായത് ദൈനംദിന വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് ഓയിൽ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വിഹിതം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആകെ ദൈനംദിനം ലഭിക്കുന്ന ടാക്സ് വിഹിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓയിൽ മേഖലയിൽ നിന്നാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളും വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന GSTയുടെ അടിസ്ഥാനത്തിലാണ്. അത് GST അതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നടപ്പായിട്ടില്ല എന്നുള്ളതാണ്. GST നടപ്പായാൽ GSTയുടെ പരിധിയിലേക്ക് ഓയിൽ കമ്പനികളെ കൂടി കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഓയിൽ ഉൽപ്പന്നങ്ങളെ കൂടി കൊണ്ടുവന്നാൽ, സ്വാഭാവികമായും നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഏകദേശം ഒരു 25 രൂപയ്ക്കും 30 രൂപയ്ക്കും ഇടയിൽ വ്യത്യാസത്തിലേക്ക് കുറയും എന്നുള്ളതാണ് കണക്ക്. ഏറ്റവും ചുരുങ്ങിയത് 20 രൂപയ്ക്ക് മേലെയെങ്കിലും അത് കുറയും എന്ന് പറഞ്ഞാൽ ഇന്ന് ലഭ്യമാകുന്ന പെട്രോളിൻ്റെ വില 20 രൂപയെങ്കിലും ശരാശരി ഒരു ലിറ്ററിന് കുറയാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ GSTയിലേക്ക് അത് കൊണ്ടുവരാൻ ഒരു സംസ്ഥാനവും, GSTയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സംസ്ഥാനവും അത് അംഗീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റും ആ നയത്തിന് ചർച്ചയുടെ ഭാഗമായി വെച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി
ഒരു കോൺസെൻസസിലുള്ള GST കൗൺസിലിലെ തീരുമാനത്തിൻ്റെ ഭാഗമായി അത് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ GSTയുടെ പരിധിയിലേക്ക് ഓയിൽ ഉൽപ്പന്നങ്ങളെ കൂടി കൊണ്ടുവരണം. മറ്റൊന്ന് അങ്ങ് ചോദിച്ച ചോദ്യം പ്രധാനമായിട്ടുമുള്ളത് അംബാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കമ്പനി ഒരു ആക്ഷേപം വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതിൻ്റെ പേരിൽ അമേരിക്ക ഉപരോധം അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഇന്ത്യക്കെതിരെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു പുനരാലോചന നടത്താത്തത്, റഷ്യയിൽ നിന്ന് തൽക്കാലം ഇന്ധനം വാങ്ങേണ്ട ഈ ഒരു ക്രൈസിസ് പരിഹരിക്കുന്നത് വരെയെങ്കിലും എന്നൊരു ആലോചന നടത്താത്തത് റിലയൻസിൻ്റെ താല്പര്യം കൊണ്ടാണ്. റിലയൻസ് അവിടുന്ന് നിരന്തരമായി എണ്ണ ഏതാണ്ട് റഷ്യയിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിലിൻ്റെ 40% കൈകാര്യം ചെയ്യുന്ന റിലയൻസ് ആണ്. അപ്പോൾ അത്തരത്തിൽ റിലയൻസിന് വലിയൊരു കുത്തക താല്പര്യം അല്ലെങ്കിൽ ലാഭ താല്പര്യമുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ വശംവദരാകുന്നു. അതുകൊണ്ടാണ് അതിലൊരു പുനരാലോചന നടത്താത്തതെന്നാണ് ആക്ഷേപം. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ അമേരിക്ക നമുക്കെതിരെ തീരുവ ചുമത്തിയത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അമേരിക്ക തീരുവ ചുമത്തിയത് ഉക്രൈന് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. അതിന്റെ പേര് വേറൊരു സംഗതി കൂടി ഉണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു, എനിക്ക് നോബൽ സമ്മാനത്തിന് വേണ്ടി ഇന്ത്യ ശുപാർശ ചെയ്തില്ല, അതുകൊണ്ടാണത്രേ. അല്ല, അതൊക്കെ നമ്മളൊരു രാജ്യത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തെ സംബന്ധിച്ചോ ലോക സാമ്പത്തിക ക്രമത്തിൽ അതിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചോ ഒക്കെ ചർച്ച ചെയ്യുന്നിടത്ത് സങ്കുചിത താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഉദാഹരണത്തിന് ട്രംപിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് നോബൽ സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ളത്. എത്രയോ അമേരിക്കക്കാർക്ക് ഇതിനു മുമ്പ് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അർഹതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ. അതല്ലാതെ അത് എനിക്ക് കിട്ടാൻ വേണ്ടി ഇന്ന രാജ്യങ്ങൾ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ, അങ്ങനെ നമുക്ക് വിശ്വസിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുവ കൊണ്ടുവന്നത് എന്നുള്ളത് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ തീരുവയുടെ റീസൺ പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഓയിൽ സംസ്കരിച്ച് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ റഷ്യക്ക് നമ്മൾ കൊടുക്കുന്ന ഓയിലിൻ്റെ വില അല്ലെങ്കിൽ ആ പങ്കാളിത്തത്തിൻ്റെ ബെനിഫിറ്റ് റഷ്യ ഉക്രൈനെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുമ്പോൾ നമ്മളൊരു കച്ചവടം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഭാഗമായി ഒരാൾ സാധനം വാങ്ങുന്നു, മറ്റൊരാൾ വിൽക്കുന്നു. ഇത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ലാഭം ഉണ്ടാവും. വിൽക്കുന്ന ആൾക്ക് വിൽക്കുന്നതിന്റെ ലാഭം, വാങ്ങുന്ന ആൾക്ക് വാങ്ങുന്നതിന്റെ ലാഭം. ഇത് രണ്ടാണല്ലോ. ഒരു പർച്ചേസറെ സംബന്ധിച്ചാണെങ്കിലും സെല്ലറെ സംബന്ധിച്ചാണെങ്കിലും രണ്ടു കൂട്ടരും ലാഭമാണല്ലോ നോക്കുക, അല്ലാതെ ഒരാൾ നഷ്ടം സഹിക്കാൻ വേണ്ടി നോക്കിയിരിക്കില്ലല്ലോ. അപ്പൊ ഇവിടെ രണ്ടു കൂട്ടർക്കും ലാഭകരമായ ഒരു ബിസിനസ് നടക്കുന്നു, റഷ്യയെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും. അപ്പൊ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ മറ്റൊരു രാജ്യത്തിന് അതിന് ഇൻഡയറക്റ്റ് കുഴപ്പം സംഭവിക്കും എന്നുള്ള ഒരു നിർദ്ദേശം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തുക എന്നുള്ളത്. തീരുവ ചുമത്തുമ്പോൾ ആരെയാണ് ബാധിക്കുന്നത്? അമേരിക്കയിലെ സാധാരണക്കാരെ ബാധിക്കും, ഇന്ത്യയിലെ സാധാരണക്കാരെ ബാധിക്കും. ഇന്ത്യക്കാർക്ക് മാത്രമല്ല അതിന്റെ പ്രോബ്ലം ഉണ്ടാക്കാൻ പോകുന്നത്, അമേരിക്കയിലെ സാധാരണക്കാരും ഇതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. ഇന്ത്യയിലും അതിന്റെ ബിസിനസ് സംവിധാനത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത് കണക്കാക്കാതെ നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല. മറ്റൊന്ന്, ഇതിന്റെ പ്രയോജനം ഒരു വ്യവസായിക്കാണ് ലഭിക്കുന്നത് എന്ന് വന്നാൽ നമ്മുടെ രാജ്യത്ത് ഞാനും അങ്ങും ഉൾപ്പെടെയുള്ള ഏതൊരാൾക്കും ആ നിലയിലേക്ക് വളരാനും അവിടെ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, സാഹചര്യമുണ്ട്. അത് ഇപ്പോൾ ആരാണോ ആ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അവർ അതിൻ്റെ ഡീലുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരതിൻ്റെ എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇറക്കുമതി ചെയ്യുന്നു. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഓയിൽ ഇൻഡസ്ട്രി ആണല്ലോ. അവർ അത് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് രാജ്യത്തെ ഏതൊരു ഓയിൽ കമ്പനിക്കും അത് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ, ഇറക്കുമതി ചെയ്യാവുന്നേ ഉള്ളൂ. അതിനൊരു വോളിയം അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ഇതിനൊരു ബാധ്യതയോ തടസ്സമോ ആയി വരുന്നൊരു സാഹചര്യം നിലവിലെ നയപരമായ കാര്യത്തിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ നയം മാറുമ്പോൾ അത് അപ്പോഴത്തെ കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു നയം മാറ്റം ഉണ്ടാകുമോ, നയം മാറാതിരിക്കുമോ എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസിന് ഏതെങ്കിലും തരത്തിൽ ലാഭം കിട്ടുമോ കിട്ടുകയില്ലോ എന്നുള്ളതല്ലല്ലോ നമ്മൾ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റായി ഓയിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യം റഷ്യയാണ്. അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് തെറ്റില്ലാത്ത രീതിയിലുള്ള ലാഭത്തോടു കൂടി വിൽക്കാൻ കഴിയുന്നതും അതേ ഓയിൽ തന്നെയാണ്. അപ്പം വിൽക്കുന്ന രാജ്യമായിട്ടുള്ള റഷ്യയെ സംബന്ധിച്ചും വാങ്ങുന്ന രാജ്യമായ നമ്മളെ സംബന്ധിച്ചും അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം വിൽക്കുന്ന രാജ്യമായ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചും അത് വാങ്ങുന്ന രാജ്യത്തെ സംബന്ധിച്ചും അവർക്കാണല്ലോ അതിൻ്റെ ലാഭമില്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തേക്കാൾ പെട്രോളിന് വില കൂടിയ എത്രയോ ഏഷ്യൻ രാജ്യങ്ങളുണ്ട്.
എത്രയോ ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മളുടെ രാജ്യത്തെ പെട്രോളിനേക്കാൾ 25-30 രൂപ കൂടുതലായിട്ടുള്ള രാജ്യങ്ങൾ നമ്മുടെ തൊട്ട അയൽപക്കത്തെ രാജ്യങ്ങൾ തന്നെയുണ്ട്. നമ്മൾ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും. പക്ഷെ അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടുന്നത് സ്വാഭാവികമായും ഒരു പൊതു മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് വലിയ വില വർധനവിലേക്ക് നമ്മുടെ രാജ്യത്ത് മറ്റ് അയൽ രാജ്യങ്ങളെ പോലെ പോകുന്നില്ല എന്നുള്ളതാണ്. അത് പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ലാഭമുണ്ടാക്കാനാണല്ലോ സ്വകാര്യ കമ്പനികളാണെങ്കിലും സർക്കാരാണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ ഒരു ഡീൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യാപാര ബന്ധം നടക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും പ്രയോജനമുണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ കണക്കാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള സാങ്ഷനിങ്ങിനോ അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾക്കോ അവരുടെ ആഗ്രഹങ്ങൾക്കോ ഒന്നും വിഘാതമായി നിൽക്കുന്ന ഒരു നടപടിയും നിലവിലെ രാജ്യത്തെ സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ ബാധിക്കുമ്പോൾ സർക്കാർ ഇതിന് വിസമ്മതനായിട്ടില്ലല്ലോ. സർക്കാർ ഒരു തരത്തിലും അമേരിക്കയുടെ ഈ സാങ്ഷനിങ്ങിനെ അംഗീകരിക്കാൻ കഴിയില്ല. അതിന് ഒരു തരത്തിലും വെള്ളം ചേർക്കാനും കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇല്ല എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ അമേരിക്കയോട് സന്ധി ചെയ്തുകൊണ്ടുള്ള നിലപാടല്ല. അമേരിക്ക പറയുന്നത് കേട്ടുകൊണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങാതിരിക്കുക എന്നുള്ളതല്ല, അതിനെ ഓവർകം ചെയ്യാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നു എന്നുള്ളതാണ്.